ഡയഗണലൈസേഷൻ എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മളൊരു ഡയഗണൽ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസാണ് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും നമുക്ക് ആദ്യം മനസ്സിലാക്കണം ഒരു ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന്, അതുപോലെ തന്നെ ഡയഗണൽ മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂസ് എന്താണെന്ന് നമ്മൾ മുൻപൊരു സെക്ഷനിൽ പഠിച്ചിരുന്നു. ആ ഒരു കാര്യവും നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ആ മെട്രിക്സിനെ ഞാൻ ഡി എന്ന് വിളിച്ചു. ഈ ഡി എന്ന് പറയുന്ന മെട്രിക്സ് ഡയഗണൽ ആണെങ്കിൽ അതിൻ്റെ ഡയഗണൽ എൻട്രീസ് മാത്രം നോൺ സീറോയും ബാക്കിയൊക്കെ സീറോ ആയിരിക്കും. ഇത്തരത്തിലൊരു മെട്രിക്സിനെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഡയഗണൽ മെട്രിക്സ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതിനു മുൻപ് തന്നെ നമ്മൾക്ക് ഇനി അങ്ങോട്ട് ചെയ്യുമ്പോഴുള്ള സൗകര്യത്തിനായി നമ്മളൊരു മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനെ നമ്മൾ വേറൊരു നൊട്ടേഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാണ്. അതെങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. എയും ബിയും രണ്ട് മെട്രിക്സ് ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ A11, A12, A21, A22. ബി എന്ന് പറഞ്ഞാൽ B11, B12, B21, B22. ഇതിൻ്റെ രണ്ടിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. യൂഷ്വൽ എങ്ങനെയാണോ മെട്രിക്സിൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചത് അതുപോലെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ AB എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി. അതിൻ്റെ ഫസ്റ്റ് കോളമാണ് ഇത്, സെക്കൻഡ് കോളം. അതിനെയാണ് നമ്മൾ മാറ്റി എഴുതാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും നമുക്ക് കിട്ടി. ഇനി ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കോളം അതിനെ x1 x2 എന്ന് വിളിക്കുകയാണ്. ഫസ്റ്റ് കോളത്തിന് x1 എന്നും സെക്കൻഡ് കോളത്തിന് x2 എന്നും വിളിക്കുകയാണ്. x1 എന്ന് പറഞ്ഞാൽ B11, B21, x2 എന്ന് പറഞ്ഞാൽ B12, B22. ഇനി നമ്മൾ AX1 എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എ എന്ന് പറയുന്ന മെട്രിക്സ് A11, A12, A21, A22 ഇൻറ്റു x1. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളം ഓഫ് B11, B12. ഓക്കെ, ഈ പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു കോളം മെട്രിക്സ് തന്നെയാണ്. A11, B11 പ്ലസ് A12, B12, A21, B11 പ്ലസ് A22, B12. നമുക്ക് AX1 എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് കിട്ടി. അപ്പോൾ ഇത് നമ്മൾ AB എന്ന് പറയുന്ന ആ പ്രൊഡക്റ്റുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് AB-യുടെ ഫസ്റ്റ് കോളമാണ് നമുക്കിപ്പം AX1 എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ സെക്കൻഡ് AX2 കണ്ടുപിടിച്ച് AX1 കിട്ടിയത് AX2 നമ്മൾ കണ്ടുപിടിച്ചാൽ AB-യുടെ സെക്കൻഡ് കോളം. ഓക്കെ, അപ്പോൾ നമുക്ക് AB എന്ന് പറയുന്ന മെട്രിക്സിനെ ഇങ്ങനെ എഴുതാം, AX1, AX2. ഇതിൽ AX1 എന്ന് പറഞ്ഞാൽ AB-യുടെ ഫസ്റ്റ് കോളമാണ്, AX2 എന്ന് പറഞ്ഞാൽ AB-യുടെ സെക്കൻഡ് കോളമാണ്. X1 എന്ന് പറഞ്ഞാൽ X1, X2 എന്തായിരുന്നു, B എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം സെക്കൻഡ് കോളമാണ്. അപ്പോൾ നമുക്ക് AB എന്ന് പറയുന്ന മെട്രിക്സ് പ്രൊഡക്റ്റിനെ AX1, AX2 എന്ന് എഴുതാം. ഓക്കെ, ഇതുപോലെ ജനറലായിട്ട് എയും ബിയും രണ്ട് n/n മെട്രിസസ് ആണെങ്കിൽ AB എന്ന് പറഞ്ഞാൽ A ഇൻറ്റു ഇവിടെ എഴുതിയിരിക്കുന്നത് x1, x2, xn എന്ന് പറഞ്ഞാൽ B എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കോളമാണ്. അപ്പോൾ ഇതിന് B ആണ് ഈ മെട്രിക്സ് x1, x2, xn. അപ്പോൾ ഈ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നേരത്തെ കിട്ടിയ പോലെ തന്നെ നമുക്ക് AX1, AX2, AXN എന്ന് കിട്ടും. ഓക്കെ, വേറെ x1, x2, xn ആർ ദി കോളംസ് ഓഫ് B. ഈ ഒരു നൊട്ടേഷൻ ആയിരിക്കും ഇനി നമ്മൾ പ്രൊഡക്റ്റിൻ്റെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് എഴുതുന്നത്. കാരണം നമുക്ക് കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കി കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഇങ്ങനൊരു നൊട്ടേഷൻ പറഞ്ഞു വെച്ചത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഡയഗണലൈസേഷൻ അല്ലെങ്കിൽ ഡയഗണലൈസബിൾ മെട്രിക്സ് എന്ന് നോക്കാം.
diagonalizable matrix. If an n by n matrix, n by n non-singular matrix P can be found so that P inverse AP equal to D is a diagonal matrix, then we say that the n by n matrix A can be diagonalized or diagonalizable and that P diagonalizes A. അതായത് ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഡയഗോണലൈസബിൾ ആണെന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ എയെ ഡയഗോണലൈസ് ചെയ്യാം എന്ന് പറയണമെങ്കിൽ നമുക്കൊരു മെട്രിക്സ്, ഒരു നോൺ സിംഗുലർ മെട്രിക്സ്, ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് പി കണ്ടുപിടിക്കാൻ സാധിക്കണം. സച്ച് ദാറ്റ് പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി. ഇങ്ങനെ ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് നമുക്ക് കിട്ടി. നമ്മൾ പി ഇൻവേഴ്സ് എ പി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചപ്പോൾ ഡി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കിട്ടി. ഈ ഡി എന്തായിരിക്കണം? ഒരു ഡയഗോണൽ മെട്രിക്സ് ആയിരിക്കണം. ഡി ഒരു ഡയഗോണൽ മെട്രിക്സ് ആയിരിക്കണം. ഇങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സ് ഡയഗോണലൈസബിൾ ആണെന്ന് പറയും, അല്ലെങ്കിൽ എ ക്യാൻ ബി ഡയഗോണലൈസ്ഡ് എന്ന് പറയും. അതുപോലെ തന്നെ പി എന്ന് പറയുന്ന മെട്രിക്സ് എയെ ഡയഗോണലൈസ് ചെയ്യുന്നു. പി ഡയഗോണലൈസസ് എ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയഗോണലൈസബിൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ ഒരു കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഡയഗോണലൈസബിൾ, അല്ലെങ്കിൽ ഒരു മെട്രിക്സിനെ ഡയഗോണലൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ കിട്ടുന്ന ആ പി എന്ന് പറയുന്ന മെട്രിക്സ് നമ്മുടെ ആ എ എന്ന് പറയുന്ന മെട്രിക്സിനെ ഡയഗോണലൈസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളൊന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ ഡയഗോണലൈസബിലിറ്റിയാണ്. അതായത് സഫിഷ്യൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഒരു മെട്രിക്സ് ഡയഗോണലൈസബിൾ ആയിരിക്കും. ഓക്കെ, അതെന്താണെന്ന് നോക്കാം. ഇഫ് ആൻ n by n മെട്രിക്സ് എ ഹാസ് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് eigen vectors k1 k2 etc kn then A is ഡയഗോണലൈസബിൾ. ഒരു മെട്രിക്സിന് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് eigen vectors ഉണ്ടെങ്കിൽ നമ്മൾ പറയും ആ മെട്രിക്സ് ഡയഗോണലൈസബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ ഡയഗോണലൈസബിലിറ്റി. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ 1-2 കണ്ടീഷൻസും ക്രൈറ്റീരിയൻസും ഒക്കെ ഡയഗോണലൈസബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയൻസും കണ്ടീഷൻസും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും 2 സഫിഷ്യൻറ്റ് കണ്ടീഷനും പിന്നെ ഒരു നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനുമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് കണ്ടീഷനാണ് ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിന് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് eigen vectors ഉണ്ടെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് ഡയഗോണലൈസബിൾ ആയിരിക്കും. ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ n eigen vectorsഉം ഒന്ന് അടുത്തതിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ അടുത്തതിൻ്റെ മൾട്ടിപ്പിൾ ആകരുത്. അങ്ങനെ ആണെങ്കിൽ നമ്മൾ പറയും അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന്. ഓക്കെ, ഒന്ന് അടുത്തതിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ഒന്നിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്താണ് അടുത്തത് വരുന്നത്. അപ്പോൾ എല്ലാം ഒന്നടുത്തതിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിളോ അല്ലെങ്കിൽ മൾട്ടിപ്പിളോ ആവുന്നില്ലെങ്കിൽ നമ്മൾ പറയും അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന്. ഓക്കെ, ഈ തിയറം എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഒരു 3x3 മെട്രിക്സിൻ്റെ കേസിലാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ ആദ്യം കുറച്ച് നൊട്ടേഷൻസൊക്കെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു 3x3 മെട്രിക്സ് ആണ്. k1 k2 k3 എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് eigen vectors ആണ്. കറസ്പോണ്ടിങ് ടു ദി eigen values λ1 λ2 λ3. നമ്മൾ അന്നേരം പ്രൂവ് ചെയ്യുന്നത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ എ എന്ന് പറയുന്ന മെട്രിക്സ് ഡയഗോണലൈസബിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അതായത് നമുക്ക് പി എന്ന് പറയുന്ന ഒരു 3x3 മെട്രിക്സ്, ഇൻവേർട്ടബിൾ ആയിട്ടുള്ള മെട്രിക്സ് കണ്ടുപിടിക്കാൻ സാധിക്കണം സച്ച് ദാറ്റ് പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി വെർ ഡി ഈസ് എ ഡയഗോണൽ മെട്രിക്സ്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തിയറം പ്രൂവ് ചെയ്തു. ഓക്കെ, k1 k2 k3 λ1 λ2 λ3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigen vectors ആണ്. അതുകൊണ്ട് തന്നെ eigen vectorsൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് എഴുതാം ak1 ഈക്വൽ ടു λ1 k1, ak2 ഈക്വൽ ടു λ2 k2, k3 ഈക്വൽ ടു λ3 k3 എന്ന് എഴുതാം. ഇനി പി എന്ന് പറയുന്ന മെട്രിക്സ് ആണ് നമുക്ക് ഫോം ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ പി എന്ന് പറയുന്ന മെട്രിക്സിനെ ഞാൻ അതിൻ്റെ കോളം വെക്റ്റേഴ്സായിട്ട് k1 k2 k3 അല്ലെങ്കിൽ k1 k2 k3 എന്ന് പറയുന്നത് കോളമായിട്ട് ഒരു മെട്രിക്സ് ഫോം ചെയ്തു പി എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, പി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഞാൻ ഫോം ചെയ്തു. പിയുടെ കോളംസ് ആണ് k1 k2 k3.
K1 K2 K3 നമ്മുടെ ഈഗൻ വെക്റ്റേഴ്സ് ആണ്. പി എന്ന് പറയുന്നത് ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആവണം അല്ലേ? പി നോൺ സിംഗുലർ ആവണം അല്ലെങ്കിൽ ഇൻവേർട്ടിബിൾ ആവണം. അതുകൊണ്ട് തന്നെ പി എന്ന് പറയുന്നത് നോൺ സിംഗുലർ ആണ്. കാരണം ഈഗൺ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എന്താണ്, ഈ ഒരു മെട്രിക്സിൻ്റെ പി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചാൽ അത് എന്തായിരിക്കും? നോൺ സീറോ ആയിരിക്കും. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയാൽ, 3 വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയാൽ ആ വെക്റ്റേഴ്സ് കോളമായിട്ടോ റോ ആയിട്ടോ നമ്മളൊരു മെട്രിക്സ് എഴുതിയാൽ ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതിയത് ഈഗൻ വെക്റ്റേഴ്സ് കോളമായിട്ട് വരുന്ന മെട്രിക്സ് ആണ് പി. ഈ മെട്രിക്സ് നോൺ സിംഗുലർ ആയിരിക്കും, കാരണം ഈഗൻ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ പി എന്ന് പറയുന്ന ഈ മെട്രിക്സ് നോൺ സിംഗുലർ ആണെന്ന് കിട്ടി. ഇനി നമ്മൾ നമുക്ക് എ പി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എഴുതാം. പി എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരുന്നു? പി എന്ന് പറയുന്ന മെട്രിക്സ് K1 K2 K3 ആണ്. ഈഗൻ വെക്റ്റേഴ്സ് കോളമായിട്ട് വരുന്നതാണ്. നമ്മൾ എ പി എന്ന് പറയുന്ന, നമ്മൾ നേരത്തെ എ ബി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു നൊട്ടേഷൻ നമ്മൾ എഴുതി. അതുപോലെ തന്നെ എ പി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ എഴുതുകയാണ്. അപ്പോൾ എ പി ഈക്വൽ ടു, അവിടെ നമ്മൾ എഴുതി AX1 AX2 AX3. അതിന് പകരം ഇവിടെ AK1 AK2 AK3 എന്ന് എഴുതി. K1 K2 K3 പിയുടെ കോളംസ് ആയതുകൊണ്ട് തന്നെ. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, K1 K2 K3 ഈഗൻ വെക്റ്റേഴ്സ് ആണ്. കറസ്പോണ്ടിങ് ടു ദ ഈഗൻ വാല്യൂസ് λ1 λ2 λ3. അതുകൊണ്ട് തന്നെ നമുക്ക് AK1 പകരം λ1 K1 എന്ന് എഴുതാം, AK2 പകരം λ2 K2 എന്ന് എഴുതാം, AK3 പകരം λ3 K3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആണ് എഴുതിയിരിക്കുന്നത്. കോളംസ് വന്നേക്കുന്നതാണ് λ1 K1 λ2 K2 λ3 K3. ഇനി ഇതിൽ നിന്നും നമുക്ക് എന്താണ്, K1 K2 K3യെ പുറത്തേക്ക് അതിനെ ഒരു മെട്രിക്സ് ആക്കി എടുത്താൽ ഇത് നമ്മുടെ പി എന്ന് പറയുന്ന മെട്രിക്സ് ആണ് അല്ലേ? അതിനെ ഈ ഒരു λ1 0 0 0 λ2 0 0 0 λ3 എന്ന് പറയുന്നത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. λ1 K1 λ2 K2 λ3 K3. അതായത് ഫസ്റ്റ് കോളത്തെ λ1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്, സെക്കൻഡ് കോളത്തെ λ2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, തേർഡ് കോളത്തെ λ3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. ഈ K1 K2 K3 എന്ന് പറഞ്ഞാൽ പി ആണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈഗൻ വാല്യൂസ് ഡയഗണലിൽ വരുന്ന ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. അപ്പോൾ പി ഡി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടി എ പി ഈക്വൽ ടു പി ഡി എന്ന് കിട്ടി. ഇനി നമ്മളിതിൻ്റെ പി എന്ന് പറയുന്ന മെട്രിക്സ് നോൺ സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും പി ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു പി ഇൻവേഴ്സ് പി ഡി വിച്ച് ഈസ് ഈക്വൽ ടു ഐ ഡി വിച്ച് ഈസ് ഈക്വൽ ടു ഡി. നമുക്ക് കിട്ടി പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി എന്ന് കിട്ടി. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കൊരു പി എന്ന് പറയുന്ന നോൺ സിംഗുലർ മെട്രിക്സ് കണ്ടുപിടിക്കാൻ സാധിക്കണം സച്ച് ദാറ്റ് പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി. പി എന്ന് പറയുന്നത് നമ്മൾ ഈഗൻ വെക്റ്റേഴ്സ് കോളമായിട്ട് വരുന്ന ഒരു മെട്രിക്സ് ആയിരുന്നു എഴുതിയത്. ഈ ഈഗൻ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ ആ പി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് പി എന്ന് പറഞ്ഞാൽ ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആയിരിക്കും, അതായത് നോൺ സിംഗുലർ മെട്രിക്സ്. നമുക്ക് പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി എന്ന് കിട്ടി. അതുകൊണ്ട് ഈ മെട്രിക്സ് എന്താണ്, എ എന്ന് പറയുന്ന മെട്രിക്സ് ഡയഗണലൈസബിൾ ആണ്, അല്ലെങ്കിൽ പി എയെ ഡയഗണലൈസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മുടെ തിയറം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആദ്യത്തെ നമ്മൾ ഒരു ക്രൈറ്റീരിയൻ കണ്ടത് എന്തായിരുന്നു, അൻ n by n മെട്രിക്സ് സഫിഷ്യൻ്റ് കണ്ടീഷനായിരുന്നു ആദ്യം നമ്മൾ കണ്ടത്. എന്താണ്, n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഈഗൻ വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ, എ എന്ന് പറയുന്ന മെട്രിക്സിന് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഈഗൻ വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് ഡയഗണലൈസബിൾ ആയിരിക്കും എന്നാണ് നമ്മൾ സഫിഷ്യൻ്റ് കണ്ടീഷനിൽ കണ്ടത്. ഇനി തിരിച്ചാണെങ്കിലും എ ഡയഗണലൈസബിൾ ആണെങ്കിൽ
എക്ക് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്റ്റേഴ്സ് ഉണ്ടാവും. അതും തിരിച്ചാണെങ്കിലും ശരിയാണ്. അപ്പം ഇതാണൊരു നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ ഡയഗോണലൈസബിലിറ്റി. ആൻഡ് n by n മെട്രിക്സ് A ഈസ് ഡയഗോണലൈസബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് A ഹാസ് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്റ്റേഴ്സ്. അതായത് ഡയഗോണലൈസബിൾ ആണെങ്കിൽ അതിന് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്റ്റേഴ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ തിരിച്ചും n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് ഡയഗോണലൈസബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി ഒരു മെട്രിക്സിനെ ഡയഗോണലൈസബിൾ ആക്കി മാറ്റുന്നത്. ഓക്കെ, അടുത്തത് മറ്റൊരു സഫിഷ്യൻറ്റ് കണ്ടീഷനാണ്. ഇഫ് ആൻ n by n മെട്രിക്സ് എ ഹാസ് n ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ദെൻ ഇറ്റ് ഈസ് ഡയഗോണലൈസബിൾ. ഒരു മെട്രിക്സിന് ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് വന്നാൽ അത് ഡയഗോണലൈസബിൾ ആയിരിക്കും എന്നാണ് ഈ ഒരു തിയറം പറയുന്നത്. അതായത് റിപ്പീറ്റഡ് റൂട്ട്സ് വന്നാൽ ഡയഗോണലൈസബിൾ ആവണമെന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ ഡയഗോണലൈസബിൾ n ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ആണെങ്കിൽ ഡയഗോണലൈസബിൾ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇനിയിപ്പോൾ റിപ്പീറ്റഡ് റൂട്ട് വന്നാലും ചില കേസിൽ ഡയഗോണലൈസബിൾ ആകും. പക്ഷേ ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ആണെങ്കിൽ എന്തായാലും നമുക്ക് പറയാം ഡയഗോണലൈസബിൾ ആണെന്ന്. പക്ഷേ ഡയഗോണലൈസബിൾ ആയിട്ടുള്ള എല്ലാ മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ ഇത് ഒരൊറ്റ സൈഡ് പറയുന്നുള്ളൂ. ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ഡയഗോണലൈസബിൾ ആണ്, അതൊരു ഗ്യാരണ്ടി പറയുന്നുണ്ട്. ഓക്കെ, നമ്മളൊരു മെട്രിക്സിനെ ഇനി ഡയഗോണലൈസ് ചെയ്യാൻ പോവുകയാണ്. എക്സാമ്പിൾ, ഡയഗോണലൈസ് A ഈക്വൽ ടു -5 9 -6 10 ഇഫ് പോസിബിൾ. ഓക്കെ, ഇഫ് പോസിബിൾ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡയഗോണലൈസ് ചെയ്യാൻ പറ്റണമെന്നൊരു നിർബന്ധവുമില്ല. പറ്റുമെങ്കിൽ നമുക്ക് ഡയഗോണലൈസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യം ഇതിൻ്റെ ഈഗൻ വാല്യൂസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആണോ എന്ന് നോക്കിയാൽ അത് ഡയഗോണലൈസബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഡിറ്റർമിനൻറ്റ് ഓഫ് A മൈനസ് ലാംഡ ഈക്വൽ ടു 0 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലാംഡ സ്ക്വയർ -5 ലാംഡ പ്ലസ് ലാംഡയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ -1 ഇൻറ്റു ലാംഡ -4 വിച്ച് ഈസ് ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ നമുക്ക് ഏഗൻ വാല്യൂസ് കിട്ടുന്നത് ലാംഡ ഈക്വൽ ടു 1 ലാംഡ ഈക്വൽ ടു 4 ആണ്. ഇത് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് ഡയഗോണലൈസബിൾ ആണ്. അപ്പോൾ ഡയഗോണലൈസബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിൽ ഏഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ഡയഗോണലൈസബിൾ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മെട്രിക്സിൻ്റെ ഏഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഏഗൻ വെക്റ്റേഴ്സ് കറസ്പോണ്ടിങ് ടു ലാംഡ 1 ഈക്വൽ ടു 1 ആൻഡ് ലാംഡ 2 ഈക്വൽ ടു 4. നമ്മൾ A മൈനസ് I ഇൻറ്റു K, നമ്മളെങ്ങനെയാണോ ഏഗൻ വാല്യൂസ് കിട്ടിയാൽ ഏഗൻ വെക്റ്റർ കണ്ടുപിടിക്കുന്നത് ഈക്വൽ ടു 0, ഇത് സോൾവ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് K1 ഈക്വൽ ടു 3 2 എന്ന് കിട്ടും, 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. അതുപോലെ A മൈനസ് 4I ഇൻറ്റു K ഈക്വൽ ടു 0 എന്ന് പറയുന്ന സിസ്റ്റം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് K2 ഈക്വൽ ടു 1 1 എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഏഗൻ വെക്റ്റേഴ്സ് കിട്ടി കറസ്പോണ്ടിങ് ടു 1 ആൻഡ് 2. ഇനി നമ്മൾ P എന്ന് പറയുന്ന മെട്രിക്സ് എന്ത് ചെയ്യാണ്, ഈ ഏഗൻ വെക്റ്റേഴ്സ് കോളംസ് ആയിട്ട് വന്ന് വരുന്ന രീതിയിൽ നമ്മൾ P എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തു. ഫസ്റ്റ് കോളം 3 2, സെക്കൻഡ് കോളം 1 1. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് നമുക്ക് എന്താ കിട്ടേണ്ടത്, P ഇൻവേഴ്സ് AP ഈക്വൽ ടു D ആണെന്നാണ് കിട്ടേണ്ടത് അല്ലേ. ഇനി അതിന് നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് വേണം. ഒരു 2x2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഡയഗോണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുക, ബാക്കിയുള്ളതിൻ്റെ നെഗറ്റീവ് എഴുതുക. ഓക്കെ, അതാണ് നമ്മൾ അഡ്ജോയിൻ്റ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താലും അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഉപയോഗിച്ച് നമ്മൾ റോ റിഡക്ഷൻ വെച്ച് ചെയ്താലും നമുക്ക് ഇത് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ P ഇൻവേഴ്സ് കിട്ടി. നമ്മൾ P ഇൻവേഴ്സ് AP എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുകയാണ്. P ഇൻവേഴ്സ് AP കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടി 1 0 0 4. അതെന്ന് പറഞ്ഞൊരു ഡയഗോണൽ മെട്രിക്സ് ആണ്. അതുകൊണ്ട് തന്നെ A എന്ന് പറയുന്ന മെട്രിക്സ് ഡയഗോണലൈസബിൾ ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒന്നും കണ്ടുപിടിക്കാണ്ട് തന്നെ ഡയറക്റ്റായിട്ട് എഴുതാം. കാരണം നമുക്ക് ഏഗൻ വാല്യൂസ് കിട്ടിയത് ലാംഡ 1 ഈക്വൽ ടു 1ഉം ലാംഡ 2 ഈക്വൽ ടു 4ഉം ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ D എന്ന് പറയുന്ന മെട്രിക്സ് ആദ്യത്തെ ഏഗൻ വാല്യൂ എത്രയായിരുന്നു, 1 1 0 0 4. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ ഏഗൻ വാല്യൂ 1 ആക്കി എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ഒരു മെട്രിക്സ് ആണ് അല്ലേ. അപ്പോൾ ഒരു ഡയഗോണൽ മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയഗോണൽ എൻട്രീസ് ആയിരിക്കും. അപ്പോൾ ഏഗൻ വാല്യൂസ് വരുന്നത് 1ഉം 4ഉം ആണ്.
അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം. അപ്പോൾ കുറച്ചും കൂടെ നല്ലത് പി ഇൻവേഴ്സ് എ പി ആ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഈഗൻ വാല്യൂ ആദ്യത്തത് λ1 ഈക്വൽ ടു 4ഉം λ2 ഈക്വൽ ടു 1ഉം ആണ് എടുത്തെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന ഡയഗോണലിൽ ഫസ്റ്റ് ഈഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വെക്റ്റർ വെച്ച് നമ്മൾ പി എന്ന് പറയുന്ന മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്താൽ നമുക്ക് ആദ്യം കിട്ടുന്നത് 4 0 0 4 0 1 ഇതായിരിക്കും നമ്മുടെ ഡി എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഓർഡറിന് അവിടെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. എങ്ങനെയാണെങ്കിലും നമുക്ക് ഡയഗോണൽ മെട്രിക്സ് തന്നെയായിരിക്കും കിട്ടുന്നത്. ഇനി നമ്മളൊരു 3x3 മെട്രിക്സ് ഡയഗോണലൈസ് ചെയ്യാൻ പോവുകയാണ്. എ എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈഗൻ വാല്യൂസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാംഡ ഈക്വൽ ടു 0, ലാംഡ ഈക്വൽ ടു -4, ലാംഡ ഈക്വൽ ടു 3 മൂന്ന് ഈഗൻ വാല്യൂസ് കിട്ടും. ഇത് മൂന്നും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്ന മെട്രിക്സ് ഡയഗോണലൈസബിൾ ആണ് നമുക്ക് അപ്പോൾ തന്നെ ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഇതിന് λ1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വെക്റ്ററാണ് k1, λ2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള k2, λ3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് k3. അപ്പോൾ ഈ മൂന്ന് ഈഗൻ വെക്റ്റേഴ്സും ഈഗൻ വാല്യൂസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വെക്റ്റേഴ്സും നമുക്ക് കിട്ടി. ഓക്കെ, നമ്മൾ സാധാരണ ഈഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. അതിനിയും നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഇത് നമ്മൾ പി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുകയാണ്. പി k1 k2 k3 കോളംസ് ആയിട്ട് നമ്മൾ പി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി. വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ അല്ലേ, നമ്മൾ ഈഗൻ വാല്യൂസ് ഏതൊക്കെയായിരുന്നു? 0ഉം -4ഉം 3ഉം ആണ്. 0 -4 3 ആണ്. ഇപ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് ഡി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതാം. ഈ ഈഗൻ വാല്യൂസ് ആയിരിക്കും അതിൻ്റെ ഡയഗോണലായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യത്തത് 0 ആണ്, സെക്കൻഡ് വരുന്നത് -4 ആണ്, തേർഡ് വരുന്നത് 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ k1 k2 k3 ആ ഒരു 0 -4 3 ആ ഒരു ഓർഡറിൽ എടുത്തത് കൊണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഡയഗോണൽ മെട്രിക്സ് ഡി നമുക്ക് ആദ്യമേ കിട്ടി. പക്ഷേ പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ അഡ്ജോയിൻ്റ് മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അഡ്ജോയിൻ്റ് ഓഫ് പി ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് പി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പി ഇൻവേഴ്സ് കിട്ടും. ഓക്കെ, മാച്ചിങ് ദ ഈഗൻ വാല്യൂസ് വിത്ത് ദ ഓർഡർ ഇൻ വിച്ച് ദ ഈഗൻ വെക്റ്റേഴ്സ് അപ്പിയർ ഇൻ പി വി നോ ദാറ്റ് ദ ഡയഗോണൽ മെട്രിക്സ് വിൽ ബി. അപ്പോൾ നമുക്ക് നേരത്തെ അറിയാം ഇതായിരിക്കും ഡയഗോണൽ മെട്രിക്സ് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. നമ്മൾ പി ഇൻവേഴ്സ് അഡ്ജോയിൻ്റ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുകയാണ്. പി ഇൻവേഴ്സ് കണ്ടുപിടിച്ചു. പി ഇൻവേഴ്സ് എ പി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടി. നേരത്തെ നമുക്ക് ആദ്യം ഒരു അറിയാമായിരുന്നു ഇതായിരിക്കും ഡി എന്ന് പറയുന്ന മെട്രിക്സ്. അത് തന്നെ നമുക്ക് ആ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചപ്പോഴും കിട്ടി. അപ്പോൾ ഡി എന്ന് പറയുന്ന ഒരു ഡയഗോണൽ മെട്രിക്സ് ആണ്. അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്ന മെട്രിക്സ് ഡയഗോണലൈസബിൾ ആണ്. പി എന്ന് പറയുന്ന ആ ഒരു നോൺ സിംഗുലാർ മെട്രിക്സ് എയെ ഡയഗോണലൈസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഇനി ഡയഗോണലൈസബിൾ അല്ലാത്ത ഒരു മെട്രിക്സിന് ഒരു എക്സാമ്പിളാണ് എ ഈക്വൽ ടു 3 - 1 4 7. അപ്പോൾ ഇതിൻ്റെ ഈഗൻ വാല്യൂസ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് 3 - lambda 4 - 1 7 - lambda equal to 0, which implies 3 - lambda into 7 - lambda plus 4 equal to 0. ഇതിൽ നമുക്ക് കിട്ടും ലാംഡ ഈക്വൽ ടു 5 അല്ലേ, റിപ്പീറ്റഡ് റൂട്ടാണ് വരുന്നത്. അപ്പോൾ λ1 λ2 5 ആണ്. അപ്പോൾ ഇതിന് റിപ്പീറ്റഡ് റൂട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ഈഗൻ വെക്റ്ററെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സിംഗിളായിട്ടുള്ള ഒരു ഈഗൻ വെക്റ്റർ 2 1 എന്ന് കിട്ടും. ഇതിനിപ്പോൾ അടുത്തൊരു ഈഗൻ വെക്റ്റർ കണ്ടുപിടിച്ചാൽ എന്താണ്, ഇതിൻ്റെ ഒരു സ്കെയിലാർ മൾട്ടിപ്പിൾ ആയിരിക്കും. k2 എന്നൊരു ഈഗൻ വെക്റ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്കെയിലാർ ഈ k1ൻ്റെ ഒരു സ്കെയിലാർ മൾട്ടിപ്പിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈഗൻ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല. അപ്പോൾ നമുക്ക് പറയാം എ എന്ന് പറയുന്നത് ഡയഗോണലൈസബിൾ അല്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ചാടിക്കയറി എഴുതരുത്. റിപ്പീറ്റഡ് റൂട്ട് വന്നു എന്നതുകൊണ്ട് ഡയഗോണലൈസബിൾ അല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എന്താണ് നോക്കേണ്ടത്, ഈഗൻ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ അത് നോക്കിയിട്ടാണ് നമ്മൾ ഡയഗോണലൈസബിൾ അല്ല എന്ന് തീരുമാനിക്കുന്നത്. ആണെന്ന് പറയാനായിട്ട് ഈഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഈഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് അല്ല എന്ന് വിചാരിച്ചത് ഡയഗോണലൈസബിൾ
ആവാതിരിക്കണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈഗൺ വെക്റ്റർ കണ്ടുപിടിച്ച് K2 എന്ന് പറഞ്ഞ മറ്റൊരു ഈഗൺ വെക്റ്റർ കണ്ടുപിടിച്ചാൽ ഈ K1ൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈഗൺ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല. നമുക്ക് പറയാം A എന്ന് പറയുന്ന മെട്രിക്സ് ഡയഗണലൈസബിൾ അല്ല. ഇനി അടുത്തൊരു എക്സാമ്പിൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മെട്രിക്സിന് റിപ്പീറ്റഡ് ഈഗൺ വാല്യൂസ് ഉണ്ട്, പക്ഷേ എന്നിട്ടും അത് ഡയഗണലൈസബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യമൊക്കെ നമ്മൾ അതാണ് പറയുന്നത്. റിപ്പീറ്റഡ് ആണ് എന്ന് വിചാരിച്ച് ഡയഗണലൈസബിൾ അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഡയഗണലൈസബിൾ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പം റിപ്പീറ്റഡ് ഈഗൺ വാല്യൂസ് യെറ്റ് ഡയഗണലൈസബിൾ ആണ്. നമ്മൾ A എന്ന് പറയുന്ന മെട്രിക്സ് അതിൻ്റെ ഈഗൺ വാല്യൂസ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് λ1 = -1, പിന്നെ λ2 = λ3 = 1. അപ്പോൾ 1 എന്ന് പറയുന്ന ഒരു റിപ്പീറ്റഡ് ഈഗൺ വാല്യൂ ആണ്. λ1 = 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൺ വെക്റ്റർ നമ്മൾ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? A+i × K1 × K = 0. ഈ സിസ്റ്റം നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് K1 = അല്ലെങ്കിൽ K1 എന്ന് വിളിക്കും. K1 = 1 - 1 0 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ റിപ്പീറ്റഡ് ഈഗൺ വാല്യൂ വരുന്നത് 1 ആണ്. അപ്പം 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? A - i × K = 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് A - iയെ നമ്മൾ റോ റെഡ്യൂസ്ഡ് എഷലോൺ ഫോമിലാക്കണം. A - iയെ നമ്മൾ മാറ്റി കഴിയുമ്പോൾ നമുക്ക് റോ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. നമുക്ക് ഇതിൽ ഇൻറ്റു K1 K2 K3 അതാണ് K എന്ന് പറയുന്ന മെട്രിക്സ് = 0 0 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് K1 - K2 = 0 എന്ന് പറയുന്ന ഒരൊറ്റ ഇക്വേഷനാണ് കിട്ടുന്നത്. K3യെ കുറിച്ചൊന്നും ഇതിൽ നിന്ന് കിട്ടില്ല മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. അപ്പം നമുക്ക് ആകെ കിട്ടുന്നത് K1 - K2 = 0. അപ്പോൾ K3 അതുകൊണ്ട് എന്ത് വാല്യൂ വേണമെങ്കിലും ആകാം. ഓക്കെ, K1 - K2 0 എന്ന് ആ സിസ്റ്റം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ K3 എനി വാല്യൂ, കാരണം K3യെ കുറിച്ചൊന്നും പറയാത്തതുകൊണ്ട് തന്നെ K3 എനി വാല്യൂ ആകാം. നമ്മൾ ഫസ്റ്റ് K1നും K2നും 1 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് K1ഉം 1 തന്നെ കിട്ടും. K3യെ 0 എന്ന് എടുത്തു, കാരണം K3ക്ക് എന്ത് വാല്യൂ വേണമെങ്കിലും ആകാമല്ലോ. അപ്പോൾ നമുക്ക് ഈഗൺ വാല്യൂ K2 എന്ന് പറയുന്ന ഈഗൺ വാല്യൂ 1 1 0 എന്ന് കിട്ടി. നമുക്ക് K1 കിട്ടിയത് -1ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരുന്നു? 1 - 1 0 ആയിരുന്നു. K2 നമുക്ക് കിട്ടി 1 1 0. ഇനി ഇതേ ഇക്വേഷനിൽ തന്നെ K1നും K2നും മറ്റൊരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇനി K2ന് 0 എന്ന് കൊടുത്തു, അപ്പോൾ K1ഉം 0 തന്നെ കിട്ടി. K3ക്ക് 1 എന്നും കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ഈഗൺ വെക്റ്റേഴ്സ് കിട്ടി. ഈ 3 ഈഗൺ വെക്റ്റേഴ്സിനും ഒരു പ്രത്യേകതയുണ്ട്. ആദ്യത്തേത് 1 - 1 0 ആയിരുന്നു. 1 - 1 0 ആയിരുന്നു. രണ്ടാമത്തേത് 1 1 0 ആണ്. മൂന്നാമത്തേത് 0 0 1 ആണ് അല്ലേ? ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, ഇത് 3 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ A എന്ന് പറയുന്ന മെട്രിക്സ് ഡയഗണലൈസബിൾ ആണ് അല്ലേ? അപ്പോൾ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ച് നോക്കാം. ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ച് നോക്കുമ്പോൾ നമുക്കിത് നോൺ സീറോ എന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം? K1 K2 K3 എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മെട്രിക്സ് A എന്ന് പറയുന്ന മെട്രിക്സ് ഡയഗണലൈസബിൾ ആയിരിക്കും. ഇനി നമ്മൾ K1 K2 K3 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, അത് കോളമായി വരുന്ന ഒരു മെട്രിക്സ് P നമ്മൾ ഫോം ചെയ്തു. ഈ Pയുടെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചാൽ നോൺ സീറോ ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയി മാറിയത്. നമ്മൾ P ഇൻവേഴ്സ് കണ്ടുപിടിക്കുകയാണ്. P ഇൻവേഴ്സ് AP നമുക്ക് എന്ത് കിട്ടും? ഒരു D എന്ന് പറയുന്ന ഒരു ഡയഗണൽ മെട്രിക്സ് കിട്ടും. അങ്ങനെ നമുക്ക് പറയാം എന്ത്? A എന്ന് പറയുന്ന മെട്രിക്സ് ഡയഗണലൈസബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈഗൺ വാല്യൂസ് -1ഉം 1ഉം 1ഉം ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഡയഗണൽ മെട്രിക്സ് നമുക്ക് ഇതായിരിക്കുമെന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഫസ്റ്റത്തെ -1 ആണ്, അതുകൊണ്ടാണ് ആദ്യത്തേത് -1 വന്നത്. ബാക്കി രണ്ടും 1ഉം വന്നു. അപ്പോൾ P ഇൻവേഴ്സ് AP = D. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഒരു മെട്രിക്സ് A എന്ന് പറയുന്ന മെട്രിക്സ് ഡയഗണലൈസബിൾ ആണ്.
പി എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സ് എയെ ഡയഗണലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു റിപ്പീറ്റഡ് ഏഗൺ വാല്യൂ ഉണ്ട്, ബട്ട് സ്റ്റിൽ ഡയഗണലൈസബിൾ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യം എന്താണ് ഒരു ഡയഗണലൈസബിൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഡയഗണലൈസബിൾ ആണെങ്കിൽ നമുക്ക് പി എന്ന് പറയുന്ന ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. സച്ച് ദാറ്റ് പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി ഈസ് എ ഡയഗണൽ മെട്രിക്സ്. നമ്മൾ അങ്ങനെയാണെങ്കിൽ പറയും പി എന്ന് പറയുന്ന മെട്രിക്സ് എയെ ഡയഗണലൈസ് ചെയ്യുന്നു. ഇനി അതിൻ്റെ ഒരു ക്രൈറ്റീരിയൻ ആയിരുന്നു നമ്മൾ കണ്ടത്. An n by n matrix A is diagonalizable if and only if the eigenvectors of A forms a linearly independent. eigenvectors linearly independent സെറ്റ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് ഡയഗണലൈസബിൾ ആയിരിക്കും. ഓക്കെ, അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്, അത് നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ്. പിന്നെ നമ്മൾ കണ്ടത് ഒരു മെട്രിക്സിൻ്റെ ഒരു n by n മെട്രിക്സിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് ഏഗൺ വാല്യൂസ് ആണെങ്കിൽ അത് ഡയഗണലൈസബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ഏഗൺ വാല്യൂസ് ആണെങ്കിൽ ഡയഗണലൈസബിൾ ആയിരിക്കും എന്നേ പറയുന്നുള്ളൂ. ഡയഗണലൈസബിൾ ആണെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആവണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഏഗൺ വാല്യൂസ് റിപ്പീറ്റഡ് ഡയഗണലൈസബിൾ മെട്രിക്സിൻ്റെ ഏഗൺ വാല്യൂസ് റിപ്പീറ്റഡ് ആകാം. ആ ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഡയഗണലൈസബിൾ മെട്രിക്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ഒരു സിമ്മെട്രിക് മെട്രിക്സിൻ്റെ ഡയഗണലൈസബിലിറ്റിയെ കുറിച്ചാണ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്.